കറണ്ട് അഫയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഡിഗ്രി ലെവലിന് എന്താണ്, ഛത്തീസ്ഗഡിലാണ് വന്നത് കേട്ടോ. ഛത്തീസ്ഗഡിലാണ് വന്നത്. ഗുരു കാസിദാസ് തമോൽ പിങ്കള എന്നാണ് ഈ ഹായ് ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ ടൈഗർ റിസർവ് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾക്ക് ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ജോഗ്രഫിയിലെ ഒരു ടോപ്പിക്കാണ് ടൈഗർ റിസർവ് അല്ലെ. ടൈഗർ റിസർവ്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് നമുക്ക് ജോഗ്രഫിയിൽ GK ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഡിഗ്രി ലെവലിന് എന്താണ്, നമ്മുടെ ടോപ്പിക് വൈസ് ആയിട്ട് ഓരോ ടോപ്പിക്കിൻ്റെതാണ് കറണ്ട് അഫയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ LGS തൊട്ട് നമ്മുടെ 10th ലെവലിൽ ഒക്കെ എന്താണ് കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. തമ്മിൽ കറണ്ട് അഫയേഴ്സിന് വ്യത്യാസമൊന്നുമില്ല. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്രത്തിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മുടെ 7th to 10th ലെവല് അല്ലെങ്കിൽ +2 ലെവൽ പഠിക്കാനുള്ളത് എന്താണ്, സെപ്പറേറ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സും. എന്നാൽ ഡിഗ്രി ലെവലിന് എന്താണ്, ഓരോ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ രണ്ടിനും ആവശ്യമുള്ളതാണ്. ഡിഗ്രിക്കാർക്ക് ഇത് ജോഗ്രഫി എന്ന് പറയുന്ന ടോപ്പിക്കിനകത്താണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഏറ്റവും വലിയ മൂന്നാമത്തെ ടൈഗർ റിസർവ് വന്നിട്ടുണ്ട്, അതാണ് കറണ്ട് അഫയേഴ്സ് കേട്ടോ. അപ്പൊ ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ടൈഗർ റിസർവ്? ഛത്തീസ്ഗഡിലാണ് വന്നത് കേട്ടോ. ഛത്തീസ്ഗഡിലാണ് വന്നത്. ഗുരു കാസിദാസ് തമോൽ പിങ്കള എന്നാണ് ഈ പറയുന്ന ടൈഗർ റിസർവിന് പേരിട്ടേക്കുന്നത്. എന്താണ്, ഗുരു ഘാസിനാഥ് തമോർ പിങ്കള ടൈഗർ റിസർവ് എവിടെയാണ്? ഛത്തീസ്ഗഡ് ആണ്. പഠിച്ചു വെച്ചേക്ക. ഗുരു കാസിദാസ് തമോർ പിങ്കള ടൈഗർ റിസർവ് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. എന്താ പ്രത്യേകത? രാജ്യത്തിലെ മൂന്നാമത്തെ വലിയ ടൈഗർ റിസർവ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഗുരു ഘാസിദാസ് നാഷണൽ പാർക്കിനെയും തമോൽ പിങ്കള സാങ്ച്വറിയെ ലയിപ്പിച്ചിട്ടാണ് എന്താണ് ഇങ്ങനെ ഒരു ടൈഗർ റിസർവ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഏതിനൊക്കെയാണ്? ഗുരു ഘാസിദാസ് നാഷണൽ പാർക്കും തമോർ പിങ്കള സാങ്ച്വറിയും തമ്മിൽ ചേർത്തിട്ടാണ് ഈ ഒരു ടൈഗർ റിസർവ് നിർമ്മിച്ചിരിക്കുന്നത്. 4 ജില്ലകളിലായി 2829 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന് വിസ്തൃതിയുള്ളത്. 4 ജില്ലകളിലായിട്ട് 2829 ചതുരശ്ര കിലോമീറ്റർ ആണ് നമ്മുടെ ഈ പറയുന്ന ഗുരു ഘാസിദാസ് തമോർ പിങ്കള ടൈഗർ റിസർവിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ ശ്രീശൈലം, അസമിലെ മാനസ് റിസർവ് എന്നിവയാണ് യഥാക്രമത്തിൽ വലിപ്പത്തിൽ രാജ്യത്ത് 1ഉം 2ഉം സ്ഥാനത്തുള്ളത്. അതായത് എന്താണ്, നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏതാണ്? നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? അത് നാഗാർജുന സാഗർ ശ്രീശൈലം ആണ്. ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ ശ്രീശൈലം ആണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ്. ഓക്കെ, ഇനി രണ്ടാമത്തെ വലിയ ടൈഗർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ രണ്ടാമത്തെ വലിയ ടൈഗർ റിസർവ് ഏതാന്ന് വെച്ചാൽ ഏതാണ്? മാനസ് റിസർവ് ആണ്. മാനസ് ടൈഗർ റിസർവ് ആണ് അസമിലത്. ഓക്കെ, മൂന്നാമത്തെ ആണെങ്കിൽ ഏതാണ്? ഗുരു ഘാസിദാസ് തമോർ പിങ്കള ഛത്തീസ്ഗഡ്. ഓക്കെ അല്ലേ? അപ്പൊ സംസ്ഥാനത്തെ കടുവകളുടെ എണ്ണം കുറയുന്ന സാഹചര്യത്തിലാണ് പുതിയ റിസർവ് സ്ഥാപിക്കാനായിട്ട് സർക്കാർ അനുമതി നൽകിയത്. ഓക്കെ. അപ്പൊ 2022 ടൈഗർ സെൻസസ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. 2022 ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ആകെ ടൈഗർ അല്ലെങ്കിൽ നമ്മുടെ കടുവകളുടെ എണ്ണം എത്രയാണ്? 3682 ആണ്. അപ്പൊ 2022 ടൈഗർ സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ആകെ കടുവകൾ എത്രയാണ്? 3682 ആണ്. എന്നാൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ കടുവകളുള്ളത് എവിടെയാണ്? അത് മധ്യപ്രദേശിലാണ്. 785 ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടൈഗർ അല്ലെങ്കിൽ എന്താണ് കടുവകളുള്ളത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. 2ാം സ്ഥാനം കർണാടകയ്ക്കാണ് കേട്ടോ. 2ാം സ്ഥാനം കർണാടകയ്ക്കാണ്. 3ാം സ്ഥാനം ഉത്തരാഖണ്ഡിനാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ടൈഗേഴ്സ് ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ്. ഏറ്റവും കൂടുതൽ കടുവകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? മധ്യപ്രദേശ് ആണ്. ഇനി കടുവകളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് കർണാടകയാണ്. 3ാം സ്ഥാനത്തുള്ള ഏതാണ്? അത് ഉത്തരാഖണ്ഡ് ആണ്. ഓക്കെ അല്ലേ? ഇനി ഏറ്റവും കൂടുതൽ കടുവകളുള്ള ടൈഗർ റിസർവ് ഏതാണ്? ഏറ്റവും കൂടുതൽ കടുവകളുള്ള ടൈഗർ റിസർവ് അത് ചോദിച്ച ഏതാണ്? ജിം കോർബറ്റ് ടൈഗർ റിസർവ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. ഏറ്റവും കൂടുതൽ കടുവകളുള്ള ടൈഗർ റിസർവ് ചോദിച്ചാൽ ഏതാണ്?
അത് ജിം കോർബറ്റ് ആണ് കേട്ടോ. ജിം കോർബറ്റിൽ 260 കടുവകളാണ് ഉള്ളത്. അടുത്ത നമ്മുടെ ടൈഗർ റിസർവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു ന്യൂസുകളും കൂടെ നമുക്ക് നോക്കാം. 2024 ജനുവരിയിൽ പശ്ചിമഘട്ടത്തിലെ മേഘമല കടുവാ സങ്കേതത്തിൽ നിന്നും എന്താണ് ഒരു പുതിയ ഇനം സിൽവർ ലൈൻ ചിത്രശലഭത്തെ കണ്ടെത്തി. അപ്പൊ നമ്മുടെ ഏത് കടുവാ സങ്കേതത്തിൽ നിന്നാണ്? മേഘമല, പശ്ചിമഘട്ടത്തിലെ മേഘമല കടുവാ സങ്കേതത്തിൽ നിന്ന് എന്തിനെ കണ്ടെത്തി? സിൽവർ ലൈൻ എന്ന് പറയുന്ന ഒരു ചിത്രശലഭത്തെ കണ്ടെത്തി. അതിന്റെ ശാസ്ത്രീയ നാമം സിഗാരിറ്റിസ് മേഘമലയൻസിസ്. എന്താണ്? സിഗാരിറ്റിസ് മേഘമലയൻസിസ് എന്ന് പറയുന്ന ചിത്രശലഭത്തെ എവിടുന്നാ കണ്ടെത്തിയത്? മേഘമല ടൈഗർ റിസർവിൽ നിന്നാണ് കണ്ടെത്തിയത്. അതുപോലെ 2024 ജനുവരിയിൽ 11 ഇനം പുതിയ ജീവിവർഗത്തെ കണ്ടെത്തിയ ടൈഗർ റിസർവ് ഏതാണ്? കേരളത്തിലെ ടൈഗർ റിസർവ് ആണ്. 2024 ജനുവരിയിൽ 11 ഇനം പുതിയ ജീവിവർഗത്തെ കണ്ടെത്തിയ കേരളത്തിലെ ടൈഗർ റിസർവ് അല്ലെങ്കിൽ കടുവാ സങ്കേതം ഏതാണ്? അത് പറമ്പിക്കുളമാണ് കേട്ടോ. പറമ്പിക്കുളത്തിലാണ് 11 ഇനം പുതിയ ജീവിവർഗത്തെ കണ്ടെത്തിയത്. ഇനി ഇന്ത്യയിലെ 52ാമത്തെ ടൈഗർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ 52ാമത്തെ ടൈഗർ റിസർവ് രാംഗഡ് വിഷാദി അതാണ്. രാംഗഡ് വിഷാദി ടൈഗർ റിസർവ് ആണ് 52ാമത്തേത്. രാജസ്ഥാനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രാംഗഡ് ആണ് നമ്മുടെ 52ാമത്തെ ടൈഗർ റിസർവ്. ഓക്കെ, അപ്പൊ രാജസ്ഥാനിലെ 4ാമത്തെ കടുവാ സങ്കേതമാണ് ഇത്. രാജസ്ഥാനിലെ 4ാമത്തെ കടുവാ സങ്കേതമാണ് രാംഗഡ് കേട്ടോ. രാംഗഡ് ടൈഗർ റിസർവ് ആണ് 52ാമത്തെ ടൈഗർ റിസർവ്. രാജസ്ഥാനിലെ 4ാമത്തെ ടൈഗർ റിസർവ് ആണ് ഏത്? രാംഗഡ് എന്ന് പറയുന്നത്. രാജസ്ഥാനിലെ കടുവാ സങ്കേതങ്ങൾ അപ്പൊ ഏതൊക്കെയാണ്? രത്തംബോർ, സരിസ്ക, മുകുന്ദ്ര, രാംഗഡ് കേട്ടോ. ഏതൊക്കെയാണ്? രത്തൻബോർ, സാരിസ്ക, മുകുന്ദ, രാംഗഡ്. ഇത്രയാണ് രാജസ്ഥാനിലെ ടൈഗർ റിസർവുകൾ. അപ്പൊ രാജസ്ഥാനിൽ 4 ടൈഗർ റിസർവ് ആണുള്ളത്. 4ാമതായിട്ട് വന്നതും ഇപ്പൊ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതും ഏത് ടൈഗർ റിസർവ് ആണ്? രാംഗഡ് വിഷാദി ടൈഗർ റിസർവ് ആണ്. ഓക്കെ, ഇനി ഇന്ത്യയിലെ 51ാമത്തെ, 52 വന്നെങ്കിൽ തൊട്ടു മുന്നേ ഉള്ളത് കൂടെ നമ്മളത് നോക്കണം. 51ാമത്തെ ഏതായിരുന്നു? ശ്രീവല്ലിപുത്തൂർ മേഘമല ടൈഗർ റിസർവ് തമിഴ്നാട്ടിലായിരുന്നു കേട്ടോ. അപ്പൊ 51ാമത്തെ ടൈഗർ റിസർവ് ഏതാണ്? തമിഴ്നാട്ടിലെ ശ്രീവല്ലിപുത്തൂർ മേഘമല ടൈഗർ റിസർവ് ആണ്. 52ാമത്തെ രാജസ്ഥാനിലെ രാംഗഡ് ടൈഗർ റിസർവ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ ആകെ എത്ര ടൈഗർ റിസർവുകൾ ഉണ്ട്? ഇന്ത്യയിൽ ആകെ എത്ര ടൈഗർ റിസർവുകൾ ഉണ്ട്? 52 ടൈഗർ റിസർവുകൾ ഉണ്ട്. ഓക്കെ അല്ലേ? യെസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് വന്നത് ഏത് ടൈഗർ റിസർവിലാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് വന്നത് പെഞ്ച് ടൈഗർ റിസർവിലാണ് കേട്ടോ. പെഞ്ച് ടൈഗർ റിസർവിലാണ്. ഈ പശ്ചിമഘട്ടത്തിലെ പെരിയാർ കടുവാ സങ്കേതത്തിൽ മാത്രം കാണപ്പെടുന്നതും വംശനാശ ഭീഷണി നേരിടുന്നതുമായിട്ടുള്ള ബ്രഹ്മഖണ്ഡ മത്സ്യത്തിന്റെ ജനിതകം കണ്ടെത്തി കേട്ടോ. അപ്പൊ എന്താണ്? ഏത് ടൈഗർ റിസർവിൽ നിന്നാണ്? ചോദിക്കുന്നത് ഏത് ടൈഗർ റിസർവിൽ നിന്നാണ് എന്താണ് വംശനാശ ഭീഷണി നേരിടുന്ന ബ്രഹ്മണഖണ്ഡ മത്സ്യത്തിന്റെ ജനിതക രൂപം കണ്ടെത്തിയത്? ഏത് ടൈഗർ റിസർവ് ആണ്? പെരിയാർ ടൈഗർ റിസർവ് ആണ് കേട്ടോ. പെരിയാർ ടൈഗർ റിസർവ് ആണ്. ഓക്കെ, അടുത്ത എന്താണ്? പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ കണ്ടെത്തിയ ഇന്ത്യയിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന തവള ഏതാണ്? പറമ്പിക്കുളം ടൈഗർ റിസർവിൽ കണ്ടെത്തിയ തവള ഏതാണ്? ചോലക്കറുമ്പി തവളകൾ അല്ലെങ്കിൽ ഗാലക്സി ഫ്രോഗ് എന്ന് പറയും. അപ്പൊ ഗാലക്സി ഫ്രോഗിനെ കണ്ടെത്തിയ കടുവാ സങ്കേതം ഏതാണ്? അതും പറമ്പിക്കുളമാണ്. ഓക്കെ, അടുത്തിടെ ഏത് കടുവാ സങ്കേതത്തിൽ നിന്നാണ് ബുദ്ധ ഗുഹകളും സ്തൂപങ്ങളും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയത്? എവിടെ നിന്നാണ്? മധ്യപ്രദേശിലെ ബന്ധവ്ഗഡ് ടൈഗർ റിസർവിൽ നിന്നാണ്. അടുത്തിടെ ഏത് കടുവാ സങ്കേതത്തിൽ നിന്നാണ് ബുദ്ധ വിഗ്രഹങ്ങളും സ്തൂപങ്ങളും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ്? ബന്ധവ്ഗഡ്, മധ്യപ്രദേശ്. ബന്ധവ്ഗഡ് ടൈഗർ റിസർവ് മധ്യപ്രദേശിൽ നിന്നാണ് കേട്ടോ. അടുത്ത നമ്മുടെ അന്താരാഷ്ട്ര കടുവാ ദിനം എന്നാണ്? ജൂലൈ 29-നാണ് അന്താരാഷ്ട്ര കടുവാ ദിനം കേട്ടോ. അന്താരാഷ്ട്ര കടുവാ ദിനം എന്നാണ്? ജൂലൈ 29-നാണ്. ഓക്കെ, ബംഗാൾ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിച്ചത് എന്നാണ്? 1972 നവംബർ 18. എന്നാണ്? 1972 നവംബർ 18-നാണ് ബംഗാൾ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിച്ചത്. അന്താരാഷ്ട്ര കടുവാ ദിനം എന്നാണ്? ജൂലൈ 29. എന്നാണ് ദേശീയ കടുവയായിട്ട് പ്രഖ്യാപിച്ചത്? നവംബർ 18, 1972. ഓക്കെ, രാജ്യത്തിലെ മികച്ച കടുവാ സങ്കേതമായിട്ട് തെരഞ്ഞെടുത്തത് ഏതാണ്?
പെരിയാർ ടൈഗർ റിസർവ് ആണ് രാജ്യത്തിലെ മികച്ച കടുവാ സങ്കേതമായി തെരഞ്ഞെടുത്തതും നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിനെയാണ്. പെരിയാർ ടൈഗർ റിസർവ് കേരളത്തിലാണ്. മറ്റൊരു പ്രത്യേകതയുണ്ട്, നമ്മുടെ വൈദ്യുതി, അതായത് ടൈഗർ റിസർവിലേക്കുള്ള ക്യാമറ അതേണുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കാറ്റാടി യന്ത്രം സ്ഥാപിച്ച നമ്മുടെ കടുവാ സങ്കേതം ഏതാന്ന് ചോദിച്ചാൽ അതും പെരിയാറാണ് കേട്ടോ. കാറ്റാടി യന്ത്രം സ്ഥാപിച്ച കടുവാ സങ്കേതം ഏതാണ്? പെരിയാർ കടുവാ സങ്കേതമാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ടോപ്പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ടോപ്പിക്കാണ്, കുറേശ്ശെ വൃത്തിയായിട്ട് പഠിച്ചങ്ങ് പോയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടെ നോക്കാം. നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചാണ് ഇരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം ഉറപ്പായിട്ട് പറയാനായിട്ട് സാധിക്കും. ആദ്യത്തെ ചോദ്യം, രാജ്യത്തെ മൂന്നാമത്തെ വലിയ കടുവാ സങ്കേതം ഏതാണ് രാജ്യത്തിലെ മൂന്നാമത്തെ വലിയ കടുവാ സങ്കേതം? പറമ്പിക്കുളമാണോ, നാഗാർജുന സാഗർ ശ്രീശൈലമാണോ, ഗുരു ഘാസിദാസ് തമോർ പിങ്കളയാണോ, അതോ ജിം കോർബറ്റ് ആണോ? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കമന്റ് ചെയ്ത് നോക്കുക, ഉത്തരം പറയാം. ഏതാണ്? നമ്മുടെ ഗുരു കാസിനാഥ് തമോർ പിങ്കളയാണ് കേട്ടോ. രാജ്യത്തിലെ മൂന്നാമത്തെ വലിയ ടൈഗർ റിസർവ് ഏതാണ്? ഗുരു കാസിദാസ് തമോർ പിങ്കളയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, രാജ്യത്തിലെ ഏറ്റവും വലിയ കടുവാ സങ്കേതം ഏതാണ്? അല്ലെങ്കിൽ കടുവാ സംരക്ഷണ കേന്ദ്രം ഏതാണ്? പറമ്പിക്കുളം, നാഗാർജുന സാഗർ ശ്രീശൈലം, ഗുരു കാസിദാസ് തമോർ പിങ്കള, ജിം കോർബറ്റ്. ഏതാണ് ഉത്തരം? പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഉത്തരം പറയുക. ഏതാണ് കമന്റ് ബോക്സിൽ ഉറപ്പായിട്ട് എല്ലാവരും കമന്റ് ചെയ്യണേ. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? നമ്മുടെ നാഗാർജുന സാഗർ ശ്രീശൈലമാണ് ഏറ്റവും വലിയ ടൈഗർ റിസർവ്. ഓക്കെ, അടുത്ത നമ്മുടെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ. എവിടെയാണ് ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളത്? എവിടെയാണ്? മഹാരാഷ്ട്രയാണോ, മധ്യപ്രദേശാണോ, ജാർഖണ്ഡ് ആണോ, വെസ്റ്റ് ബംഗാൾ ആണോ? എവിടെയാണ്? മധ്യപ്രദേശിലാണ് കേട്ടോ, മധ്യപ്രദേശിലാണ്. അടുത്തത്, ഏറ്റവും കൂടുതൽ കടുവകളുള്ള ടൈഗർ റിസർവ്. ഏറ്റവും കൂടുതൽ കടുവകളുള്ള ടൈഗർ റിസർവ് ആണ് ചോദിച്ചത്. ജിം കോർബറ്റ് ടൈഗർ റിസർവ് ആണോ, നാഗാർജുന സാഗർ ശ്രീശൈലമാണോ, പറമ്പിക്കുളം ടൈഗർ റിസർവ് ആണോ, മാനസ് ടൈഗർ റിസർവ് ആണോ? എവിടെയാണ് ഏറ്റവും കൂടുതൽ കടുവകളുള്ളത്? എവിടെയാണ്? ജിം കോർബറ്റ് ടൈഗർ റിസർവിലാണ് കേട്ടോ. അടുത്തിടെ ഏത് കടുവാ സങ്കേതത്തിൽ നിന്നാണ് ബുദ്ധ ഗുഹകളും സ്തൂപങ്ങളും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയത്? എവിടെ നിന്നാണ്? ജിം കോർബറ്റ് ടൈഗർ റിസർവ്, നാഗാർജുന സാഗർ ശ്രീശൈലം, ബന്ധവ്ഘട്ട് ടൈഗർ റിസർവ്, മാനസ് ടൈഗർ റിസർവ്. എവിടെ നിന്നാണ് കണ്ടെത്തിയത്? യെസ്, ബന്ധവ്ഘട്ട് ടൈഗർ റിസർവിൽ നിന്നാണ് കണ്ടെത്തിയത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇതേ കണക്കുള്ള ചെറിയ രീതിയിൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് അടിപൊളിയായിട്ട് പഠിച്ചെങ്കിൽ വരാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതേ കണക്കുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.